സോ ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ മെട്രിക്സ് ഓപ്പറേഷൻസിൻ്റെ കണ്ടിന്യൂവേഷനാണ് ചെയ്യുന്നത്. സോ അതിനകത്ത് നമ്മൾ യൂസിങ് മാറ്റ്ലാബ് ആസ് എ കാൽക്കുലേറ്റർ, എൻറ്ററിങ് എ വെക്റ്റർ, എൻറ്ററിങ് എ മെട്രിക്സ് ഇൻഡെക്സിങ്, കോളൻ ഓപ്പറേറ്റർ ഇൻ മെട്രിക്സ്, ദെൻ അത്രയും ടോപ്പിക്സ് ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി വരുന്നത് ഡിലീറ്റിംഗ് റോ ആൻഡ് കോളം, ഡയമെൻഷൻസ്, കൺകാറ്റിനേഷൻ ഓഫ് മെട്രിക്സസ്, ഇതൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിലീറ്റിംഗ് റോ ആൻഡ് കോളം ആണ്. നമുക്ക് മാറ്റ്ലാബ് ഓപ്പൺ ചെയ്യാം. ദെൻ കമാൻഡ് വിൻഡോ ഓപ്പൺ ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഒരു മെട്രിക്സിനകത്തെ എൻ്റെ റോ അല്ലെങ്കിൽ എൻ്റെ കോളം ഒരു കോളൻ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് എങ്ങനെ ആക്സസ് ചെയ്യാം എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ ഒരു റോ അല്ലെങ്കിൽ ഒരു കോളം, ഒരു എൻ്റെ റോ അല്ലെങ്കിൽ ഒരു എൻ്റെ കോളം എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നു. സോ അതിന് യൂസ് ചെയ്യുന്നൊരു ഓപ്പറേറ്ററാണ് എംപ്റ്റി വെക്റ്റർ ഓപ്പറേറ്റർ. സോ അത് യൂസ് ചെയ്താണ് നമ്മൾ എൻ്റെ റോ അല്ലെങ്കിൽ എൻ്റെ കോളം ഡിലീറ്റ് ചെയ്യുന്നത്. നമുക്ക് ഒരു മെട്രിക്സ് എൻ്റർ ചെയ്യാം. A equal to സോ നമ്മുടെ മെട്രിക്സ് ഇതാണ്, ഒരു 3x3 മെട്രിക്സ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തേർഡ് റോ ഡിലീറ്റ് ചെയ്യണം. 7, 8, 9 ആ റോ എനിക്ക് എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യണം. സോ അതിന് ഞാൻ എന്താ ചെയ്യാൻ നോക്കാം. എ എന്ന മെട്രിക്സിനകത്തെ തേർഡ് റോ 3, സെമിക്കോളൻ യൂസ് ചെയ്താൽ ആ തേർഡ് റോ എന്താവും? അതിനെ എനിക്ക് മൊത്തമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ? കോളൻ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു എൻ്റെ റോനെ എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. അത് ഈക്വൽ ടു നമ്മുടെ എംപ്റ്റി വെക്റ്റർ ഓപ്പറേറ്റർ. എംപ്റ്റി വെക്റ്റർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്ക്വയർ ബ്രാക്കറ്റാണ്, ഒരു എംപ്റ്റി സ്ക്വയർ ബ്രാക്കറ്റാണ്. സോ അതിനോട് ഇക്വേറ്റ് ചെയ്യാം. ദെൻ എൻഡോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആ തേർഡ് റോ എന്ത് ചെയ്തോളും? ഡിലീറ്റ് ആയിക്കോളും. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് ഈ തേർഡ് റോ റീസ്റ്റോർ ചെയ്യണം. എനിക്ക് പെട്ടെന്നാണ് അതിൻ്റെ ഒരു ആവശ്യം വന്നത്. അപ്പോൾ എനിക്ക് ആ തേർഡ് റോ റീസ്റ്റോർ ചെയ്യണം. അപ്പോൾ അത് റീസ്റ്റോർ ചെയ്യാൻ എന്താ ചെയ്യാൻ നോക്കാം. അപ്പോൾ എ ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ക്യാപിറ്റൽ എ. സോ ക്യാപിറ്റൽ എ ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ക്യാപിറ്റൽ എ ഓഫ് 1, കോളൻ, then semicolon, a of 2, semicolon, then 2, colon, then semicolon. then നമുക്ക് ഏത് ഈ റോയിലെ എലമെൻറ്റ്സ്, തേർഡ് റോയിലെ ഏതൊക്കെ എലമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത് അത് ടൈപ്പ് ചെയ്യാം. അതൊരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ വേണ്ടത് 7, 8, 9. ഓക്കെ, ദെൻ ബ്രാക്കറ്റ്സ് ഒക്കെ ക്ലോസ് ചെയ്യാം. എൻ്റർ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആ പഴയ മെട്രിക്സ് തന്നെ റീസ്റ്റോർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് മെട്രിക്സ് എന്ന് ഒരു റോ അല്ലെങ്കിൽ റോ ഡിലീറ്റ് ചെയ്ത് അത് റീസ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതേ പ്രോസസ്സ് നമുക്ക് കോളത്തിലും ചെയ്യാവുന്നതാണ്. കോളം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ സെമി കോളൻ ആയിരിക്കും. ആദ്യം നമ്മൾ കോളൻ ഇടും, എന്നിട്ട് ഏത് കോളമാണ് വേണ്ടതെന്ന് കൊടുക്കും, വിച്ച് ഈസ് ഈക്വൽ ടു നമ്മുടെ എംപ്റ്റി വെക്റ്റർ ഓപ്പറേറ്റർ. അപ്പോൾ ആ കോളം ഡിലീറ്റ് ആയിക്കോളും. റീസ്റ്റോർ ചെയ്യാനും അത് തന്നെ, ആദ്യം നമ്മൾ ഈ കോളൻ ഓപ്പറേറ്റർ ആയിരിക്കും യൂസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡയമെൻഷൻ. നമുക്കൊരു മെട്രിക്സ് അല്ലെങ്കിൽ ഒരു വെക്ടറിൻ്റെ ഡയമെൻഷൻ ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെട്രിക്സ് അതിൻ്റെ സൈസ് എനിക്ക് അറിയാം, ഓൾറെഡി അറിയാം. പക്ഷെ എനിക്ക് അറിയാത്തൊരു മെട്രിക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ സൈസ് നോക്കേണ്ടി വരും. സോ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സൈസ് എന്നുള്ള കമാൻഡ്. അപ്പോൾ സൈസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ആ മെട്രിക്സിൻ്റെ പേര് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എ ആണ്. സോ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 3 എന്ന് പറഞ്ഞിട്ട് വരും. അതായത് 3 റോസും 3 കോളംസും ഉള്ളൊരു 3x3 മെട്രിക്സ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കൺകാറ്റിനേഷൻ ആണ്.
സോ കൺകാറ്റിനേഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ജോയിനിങ് അറേ ടു മേക്ക് ലാർജർ വൺസ്. അതായത് രണ്ട് മെട്രിസസ് ഉണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ജോയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കൺകാറ്റിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അഡീഷൻ കണ്ടു, രണ്ട് മെട്രിസസിൻ്റെ അഡീഷൻ കണ്ടു, അതിനകത്ത് നമ്മൾ ഓരോ എലമെൻറ്റും ആഡ് ചെയ്യുക ചെയ്തത്. പക്ഷേ കൺകാറ്റിനേഷൻ പ്രോസസ്സിൽ നമ്മൾ ജസ്റ്റ് ആ അറേസിനെ ജസ്റ്റ് ജോയിൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. സോ ഇവിടെ നമ്മൾ ഒരു പെയർ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ് കൺകാറ്റിനേഷൻ ഓപ്പറേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. സോ കൺകാറ്റിനേഷൻ രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ഹൊറിസോണ്ടൽ കൺകാറ്റിനേഷനും സെക്കൻഡ് വൺ വേർട്ടിക്കൽ കൺകാറ്റിനേഷനും. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു മെട്രിക്സ് ഉണ്ട് എ എന്ന് പറഞ്ഞിട്ട്. ഞാൻ വേറൊരു മെട്രിക്സും കൂടി എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രിക്സ്. അപ്പോൾ അത് 7, 8, 9, then 12, 13, 15, then 5, 7, 9. ഓക്കെ, അപ്പോൾ വേറൊരു മെട്രിക്സ് ഞാൻ യൂസ് ചെയ്തു. ഇപ്പോൾ എ എന്ന് പറഞ്ഞിട്ട് 1, 2, 3, 4, 5, 6 ഉണ്ട്, ആ മെട്രിക്സ് ഉണ്ട്. ബി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെട്രിക്സ് ഉണ്ട്. ഇനി ഇതിനെ ഞാൻ കൺകാറ്റിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വേറൊരു വേരിയബിൾ എടുത്തു, സി ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്മൾ മെട്രിസസ് എൻ്റർ ചെയ്യും. എൻ്റർ ചെയ്യുന്ന സമയത്ത് കോമ ആണ് യൂസ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ എ കോമ ബി എന്നാണ് എൻ്റർ ചെയ്യുക. ഇങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടുക. അതായത് ഫസ്റ്റ് മെട്രിക്സ് ഇതാ 1, 2, 3, 4, 5, 6ഉം ഇപ്പോൾ എൻ്റർ ചെയ്ത മെട്രിക്സ് ഇതാ. അപ്പോൾ ആ രണ്ട് മെട്രിക്സിനെ ഹൊറിസോണ്ടലായിട്ട് ജോയിൻ ചെയ്തു. ഇതാണ് ഹൊറിസോണ്ടൽ കൺകാറ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെട്രിസസിനെ ജസ്റ്റ് കോമയാണ് യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് മെട്രിസസ് എൻ്റർ ചെയ്തു, അതിനെ ജസ്റ്റ് കോമ യൂസ് ചെയ്തിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹൊറിസോണ്ടൽ കൺകാറ്റിനേഷനിൽ അറേസിനെ ജോയിൻ ചെയ്യാൻ നമ്മൾ കോമയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വേർട്ടിക്കൽ കൺകാറ്റിനേഷൻ എങ്ങനെ നോക്കാം. അതിനകത്ത് സി ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്മൾ സെമിക്കോളൻ ആണ് യൂസ് ചെയ്യുക. എ സെമിക്കോളൻ ബി. സോ എന്നിട്ട് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ വേർട്ടിക്കലി അറേസിനെ ജോയിൻ ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് കൺകാറ്റിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ലീനിയർ സ്പേസിങ്. ഇപ്പോൾ ലീനിയർ സ്പേസ്ഡ് വെക്ടേഴ്സിനെ ജനറേറ്റ് ചെയ്യാൻ മാറ്റ്ലാബിൽ ഒരു കമാൻഡ് ഉണ്ട്, അതാണ് ലിൻസ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കോളൻ ഓപ്പറേറ്ററിൻ്റെ അതിനോട് സിമിലർ ആയിട്ടുള്ളൊരു ഓപ്പറേറ്റർ തന്നെയാണിതും, ലിൻസ്പേസ്. സോ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്യാം. ഇൻസ്ട്രക്ഷൻ എനിക്ക് ഞാനൊന്ന് കമാൻഡ് ചെയ്ത് വെക്കുന്നുണ്ട്, എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇപ്പോൾ y ഈക്വൽ ടു ലിൻസ്പേസ്, ഇതാണ് നമ്മുടെ ഓപ്പറേറ്റർ ലിൻസ്പേസ് ഓഫ് എ കോമ ബി. ഇങ്ങനെയാണെന്ന് വിചാരിക്കൂ. ഈ ഗ്രീൻ കളറിലല്ലേ ഇപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ കാണുന്നത്. അതായത് ഞാനിവിടെ കമാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു പെർസെൻറ്റേജ് സൈൻ കാണുന്നുണ്ട് അല്ലേ. സോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാറ്റ്ലാബ് ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യില്ല. നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ പർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കമാൻഡ് ചെയ്ത് വയ്ക്കുക. അതായത് പ്രോഗ്രാം നമ്മൾ എഴുതി കഴിഞ്ഞാൽ അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ പെട്ടെന്ന് ഈ പ്രോഗ്രാം നോക്കുന്ന സമയത്ത് ആൾക്ക് അതിൽ ഓരോ സ്റ്റെപ്പും എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സൈഡിൽ ഇതുപോലെ പെർസെൻറ്റേജ് സൈൻ ഇട്ടിട്ട് ജസ്റ്റ് അവിടെ എന്താ നമ്മൾ ചെയ്തിരിക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ അതാണ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക, ഈ ഒരു സിമ്പിൾ. അപ്പോൾ ഇങ്ങനെ ഗ്രീൻ കളറിൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് മാറുന്നതായിട്ട് കാണാൻ പറ്റും. സോ നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് ലിൻസ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്പറേറ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ലിൻസ്പേസ് ഇപ്പോൾ എങ്ങനെയാണ്, y ഈക്വൽ ടു ലിൻസ്പേസ് ഓഫ് എ കോമ ബി ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എ കോമ ബി രണ്ട് പോയിൻറ്റ്സ് ആണ് എ ബി. സോ അതിൻ്റെ ഇടയിൽ ഒരു 100 പോയിൻറ്റ്സ് ഉള്ള ഒരു റോ വെക്റ്റർ y ജനറേറ്റ് ചെയ്യും, ഇൻക്ലൂഡിങ് എ ആൻഡ് ബി ആട്ടോ. എയും ബിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു റോ വെക്റ്റർ y ക്രിയേറ്റ് ചെയ്യും. അതിനിടയിൽ ഒരു 100 പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. സപ്പോസ് നമ്മളിപ്പോൾ ഇവിടെ എ കോമ ബി കോമ എൻ എന്ന് കൊടുത്തു വിചാരിക്കും. അപ്പോൾ y ഈക്വൽ ടു ലിൻസ്പേസ് ഓഫ് എ ബി കോമ എൻ ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എ ബി എന്ന് പറയുന്ന രണ്ട് പോയിൻറ്റ്സിൻ്റെ ഇടയിൽ
n പോയിൻറ്റ്സ് ഉള്ളൊരു റോ വെക്റ്റർ y ജനറേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ എയും ബിയും ഇൻക്ലൂഡ് ചെയ്യും. എക്കും ബിക്കും അത് രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റോ വെക്റ്റർ ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് n പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കൊരു ഇൻ്റർവെൽ ഉണ്ട്, നമുക്കൊരു ഇൻ്റർവെൽ ഉണ്ട്, അതിനെ സെയിം ലെങ്ത് ഉള്ള സബ് ഇൻ്റർവെൽസ് ആയിട്ട് എനിക്ക് ഡിവൈഡ് ചെയ്യണമെന്ന് വയ്ക്കും. അത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിളായിട്ട് നോക്കാം. തീറ്റ ഈക്വൽ ടു linspace of 0, 2 pi, 101. സോ ഇത് എൻ്റർ ചെയ്യുന്ന സമയത്ത് 0ക്കും 2π എന്ന് പറഞ്ഞ വാല്യൂവിൻ്റെ ഇടയിൽ, ഇൻക്ലൂഡിങ് 0 ആൻഡ് 2π, ഈ രണ്ട് വാല്യൂസിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇൻ്റർവെലിനെ 100 ഈക്വൽ സബ് ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ കൊടുത്ത ഇൻസ്ട്രക്ഷൻ നോക്കുക. അതായത് 0, 2π, 101 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 0 to 2π വരെയുള്ള അത്രയും പോയിൻറ്റ്സിനെ സെയിം ലെങ്ത് ഉള്ള 100 ഈക്വൽ സബ് ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമുക്കൊരു 101 എലമെൻറ്റ്സ് ഉള്ളൊരു റോ വെക്റ്റർ ഇപ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് ലിൻസ്പേസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്ററിൻ്റെ യൂസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കുന്നത് എങ്ങനെ ഒരു സബ് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. ഇനി ഒരു മെട്രിക്സിൽ നിന്ന് എങ്ങനെ ഒരു സബ് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാം നോക്കാം. Then suppose A equal to 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, ഇവിടെ ഒരു മെട്രിക്സ്, ഒരു 3x3 മെട്രിക്സ് ഉണ്ട്. എനിക്കിനി എയിൽ നിന്ന് ഒരു സബ് മെട്രിക്സ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ സബ് മെട്രിക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ എയിൽ നിന്ന് എനിക്കൊരു സബ് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യണം. അതിന് ഞാനിപ്പോൾ ബി എന്ന് പേര് കൊടുത്തു. ഓക്കെ, ബി. അപ്പോൾ എനിക്ക് എയിൽ നിന്ന് ബി എന്നൊരു സബ് മെട്രിക്സ് ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ ബി എന്ന് പറയുന്ന സബ് മെട്രിക്സിലെ എലമെൻറ്റ്സ് ഏതൊക്കെ ആയിരിക്കണം? എ എന്ന് പറയുന്ന മെട്രിക്സിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും റോയും ഒന്നാമത്തെയും രണ്ടാമത്തെയും കോളം. അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും റോയും ഒന്നാമത്തെയും രണ്ടാമത്തെയും കോളത്തിലെ എലമെൻറ്റ്സ്, അതായത് ഏതൊക്കെയായിരിക്കും? 4, 5, 7, 8. ഇത്രയും എലമെൻറ്റ്സ് ഉള്ള ഈ ഒരു എലമെൻറ്റ്സ് വെച്ച് എനിക്കൊരു സബ് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യണം ഫ്രം എ. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ പുതിയൊരു സബ് മെട്രിക്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ഞാൻ ബി എന്നൊരു പേര് കൊടുത്തു. ബി ഈക്വൽ ടു, എനിക്ക് എയിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എ ഓഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. രണ്ടാമത്തെയും മൂന്നാമത്തെയും റോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ 2 സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കൊടുക്കണം. 2 സ്പേസ് 3, രണ്ടാമത്തെയും മൂന്നാമത്തെയും റോ, സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, കോമ. ഇനി ഏതൊക്കെ കോളാണ്? ഒന്നാമത്തെയും രണ്ടാമത്തെയും കോളത്തിലുള്ള എലമെൻറ്റ്സ്. അപ്പോൾ അടുത്ത സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 1, 2. ഓക്കെ, എൻ്റർ ചെയ്യാം. നമ്മൾ ആദ്യം ഏത് റോയാണ് വേണ്ടതെന്ന്, പിന്നീട് ഏത് കോളമാണ് വേണ്ടതെന്നും സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കൊടുക്കണം. ഓക്കെ, നമുക്ക് ഈ എലമെൻറ്റ്സ് കിട്ടി. അതായത് എയിൽ നിന്ന് ഞാൻ ബി എന്നൊരു സബ് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സബ് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുക. ഇനി നമ്മൾ കോളൻ ഓപ്പറേറ്റർ പഠിച്ചിട്ടുണ്ട് അല്ലേ? കോളൻ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് നമുക്കിതുപോലെ സബ് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എയിൽ നിന്ന് ഞാൻ ഈ ഒരു മെട്രിക്സ് തന്നെ കോളൻ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു നോക്കാം. ബി ഈക്വൽ ടു, കോളൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വേരിയബിൾ കൊടുക്കേണ്ട ആവശ്യമില്ല. എ ഓഫ് ഡയറക്റ്റ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും റോയാണ്. അപ്പോൾ 2, 3. അപ്പോൾ അവിടെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത്
സ്പേസസ് വെച്ചാണ് സെപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ കോളൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. എ ഓഫ് 2:3 കോമ ഒന്നാമത്തെയും രണ്ടാമത്തെയും കോളം അല്ലേ. അപ്പോൾ 1:2 ദെൻ നമ്മുടെ ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എൻ്റെ കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതേ മെട്രിക്സ് തന്നെ, അതേ സബ് മെട്രിക്സ് തന്നെ കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സബ് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ മെട്രിക്സിൻ്റെ ഇൻവേഴ്സും ഡിറ്റർമിനൻറ്റും എങ്ങനെയാണ് കാണുന്നതെന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് ക്ലിയർ ചെയ്യുന്നു. വേറൊരു മെട്രിക്സ് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 12, 45, 56, 89, 78, 90, 67, 56, 46. ഇങ്ങനെ ഒരു മെട്രിക്സ് ഞാൻ ക്രിയേറ്റ് ചെയ്യും. എനിക്കിതിൻ്റെ ഇൻവേഴ്സ് കാണണം. അപ്പോൾ ഇൻവേഴ്സ് കാണണം, ഡിറ്റർമിനൻറ്റും കാണണം. അപ്പോൾ ഇൻവേഴ്സ് കാണാനും ഡിറ്റർമിനൻറ്റ് കാണാനും ഡയറക്റ്റ് കമാൻഡ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. INV എന്ന് പറഞ്ഞാണ് ഇൻവേഴ്സിനുള്ള കമാൻഡ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ INV ഓഫ് A എന്ന് കൊടുത്താൽ തന്നെ നമുക്ക് ഇൻവേഴ്സ് കിട്ടും. എളുപ്പമാണ്. INV ഓഫ് A എന്ന് കൊടുത്താൽ തന്നെ ഇൻവേഴ്സ് കിട്ടും. അതുപോലെ ഡിറ്റർമിനൻറ്റ് കാണാൻ ജസ്റ്റ് ഡിറ്റ് A എന്ന് കൊടുത്താൽ ഡിറ്റർമിനൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മെട്രിസസിൻ്റെ ഇൻവേഴ്സും ഡിറ്റർമിനൻറ്റും കാണും. സോ ഇനി നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ മാറ്റ്ലാബിൽ യൂസ് ചെയ്യുന്ന കുറേ ഇൻബിൽറ്റ് ഫങ്ഷൻസിനെ പറ്റി ജസ്റ്റ് പേര് പറഞ്ഞ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമുക്ക് 1-2 ഫങ്ഷൻസ് എടുത്തിട്ട് എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഒരുപാട് ഇൻബിൽറ്റ് ഫങ്ഷൻസ് ഉണ്ട് മാറ്റ്ലാബിൽ. ഞാൻ ക്ലിയർ ചെയ്യാൻ പോകണം. സോ ഈ ഇൻബിൽറ്റ് ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തപ്പോൾ ഒരു എലിമെൻ്ററി മെട്രിസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഓൾറെഡി ആ പ്രീഡിഫൈൻഡ് ഫങ്ഷൻസ് ഒക്കെ പറഞ്ഞതാണ്. സപ്പോസ് എനിക്കൊരു 3x3 മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു 3x3 മെട്രിക്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും. സോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മെട്രിക്സിനകത്തെ എല്ലാ എലമെൻറ്റ്സും എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു മെട്രിക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം? നമ്മളൊരു ഫങ്ഷൻ പഠിച്ചിട്ടുണ്ട്, വൺസ് ഓഫ് m, n എന്ന്. സോ അത് യൂസ് ചെയ്ത് നമുക്ക് അങ്ങനെ ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ B = വൺസ് ഓഫ് 3,3 എന്ന് കൊടുത്തു. അതായത് റോയും കോളും എത്ര എണ്ണം വേണം അത് കൊടുത്തു. ജസ്റ്റ് എൻ്റർ ചെയ്യാം. സോ അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഒരു 3 റോയും 3 കോളും ഉള്ള എലമെൻറ്റ്സ് എല്ലാം 1 ആയിട്ടുള്ളൊരു മെട്രിക്സ് കിട്ടി. ഇതേപോലെ എനിക്ക് ഇതുപോലെ വേറൊരു മെട്രിക്സ് വേണം, അതിനകത്ത് ഫുൾ എലമെൻറ്റ്സ് 0 ആയിരിക്കണം. നമുക്ക് അത് ഇതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. B = വൺസ് എല്ലാം സീറോസ് ഓഫ് 3,3. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫുൾ എലമെൻറ്റ്സ് 0 ആയിട്ടുള്ളൊരു 3x3 മെട്രിക്സ് കിട്ടി. ദെൻ ഇനി വേറൊരു കമാൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, I ഓഫ് m, n എന്ന്. അത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കാം. ദെൻ B = EYE ഓഫ് m, n. 3x3 തന്നെ കൊടുക്കാം. നമുക്ക് ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1, അതായത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്, 1 ആയിട്ടുള്ളൊരു 3x3 മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുക. ഓക്കെ, സോ ഇതൊക്കെയാണ് മാറ്റ്ലാബിൽ മെട്രിക്സ് യൂസ് ചെയ്തിട്ടുള്ള ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.